ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനൊരു രസകരമായ കാഴ്ച ഞാൻ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ബസ്സിലിങ്ങനെ ഇരുന്ന് പോവാണ്. അപ്പോൾ ബസ് പെട്ടെന്ന് ഒരു പാലത്തിന് മുകളിലേക്ക് ബസ് കയറി. അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു ബൈക്കാരൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബൈക്കുകാരൻ്റെ ഫ്യൂൽ ടാങ്കിൻ്റെ മുകളിൽ ഒരു വലിയൊരു പ്ലാസ്റ്റിക് കവർ ഇരിപ്പുണ്ടായിരുന്നു. ആ പ്ലാസ്റ്റിക് കവർ പെട്ടെന്ന് ഈ ചേട്ടൻ പുഴയിലേക്ക് എടുത്തങ്ങ് എറിഞ്ഞു, ഈ പ്ലാസ്റ്റിക് കവർ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ പുഴയിലേക്ക് എടുത്ത് എറിഞ്ഞപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ എല്ലാ മാലിന്യങ്ങളും അതിനുള്ള എന്തൊക്കെയാണ് ഉണ്ടായെന്ന് അറിയില്ല, ആ സാധനങ്ങൾ മൊത്തം ആ പുഴയിൽ വന്ന് ആ പുഴയെ ശരിക്കും മലിനാക്കും. അപ്പോൾ നമ്മൾ തന്നെയാണ് ഒരേ ഇതുപോലെ ചെയ്ത് നമ്മുടെ ഈ പരിസരം ഫുൾ നമ്മൾ മലിനാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മളത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇത് നമ്മളെ തന്നെയാണ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും ഈ വേസ്റ്റ് അതുപോലത്തെ സാധനങ്ങൾ, വേസ്റ്റ് പ്ലാസ്റ്റിക്, ഒരു കാരണവശാലും അത് പുറത്ത് ഒരിക്കലും കളയരുത്. പുറത്തൊരിക്കലും അത് അതിൻ്റെതായ രീതിക്ക് ഡിസ്പോസ് ചെയ്യണം. അപ്പം അതിൻ്റെതായ ഹരിതകർമ്മസേനയാണെങ്കിലും അതുപോലെ ഒരുപാട് മെക്കാനിസംസ് നമ്മുടെ ഗവൺമെന്റും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് വേസ്റ്റ് ഏറ്റവും നല്ല രീതിക്ക് ഡിസ്പോസ് ചെയ്ത് നമ്മുടെ ജീവിക്കുന്ന ഈ സ്ഥലം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അതുപോലെ തന്നെ ചെയ്യാവൂ. ദയവ് ചെയ്ത് ആരും വേസ്റ്റ് പുറത്ത്, അതായത് ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഞാൻ കാണുന്നുണ്ട് വേസ്റ്റ് ഇപ്പം ഇങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പം അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെയാണ് അത് ബാധിക്കുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇപ്പം ഈ വീഡിയോ കാണുന്ന ആരും ദയവ് ചെയ്ത് ഈ വേസ്റ്റ് ഒരിക്കലും പുറത്തുകൊണ്ട് കളയരുത് എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അപ്പം അത് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.